ഹായ് ഡിയർ ഫ്രണ്ട്സ്, ആറന്മുളയിലേക്കുള്ള ഒരു ചെറിയ യാത്രാ വ്ലോഗിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവും പരബ്രഹ്മനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യപ്രതിഷ്ഠ. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പമ്പയുടെ ഓളപ്പരപ്പിന് ഇനി വഞ്ചിപ്പാട്ടിൻ്റെ താളം. പാർത്ഥസാരഥിയുടെ ഇഷ്ടവഴിപാടാണ് ആറന്മുള വള്ളസദ്യ. വഴിപാട് നടത്തുന്നയാൾ ക്ഷേത്രസന്നിധിയിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങിൻ്റെ ആദ്യഘട്ടം. ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ നിറപറയിൽ ഒന്ന് ഭഗവാനും അടുത്തത് പള്ളിയോട കരയ്ക്കുമാണ്. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രസമിതിയും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന വഞ്ചിപ്പാട്ട് മത്സരം നടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലെ വിജയികൾക്ക് ക്ഷേത്രം നടത്തിപ്പുകാർ സമ്മാനം കൈമാറും. വള്ളസദ്യ നടത്തുന്ന വഴിപാടുകാർ മേൽശാന്തി പൂജിച്ച് നൽകുന്ന മാലയുമായി പള്ളിയോടക്കരയിലെത്തും. വെറ്റിലയും പുകയിലയും കാണിക്ക എന്നോണം കരനായകന്മാർക്ക് നൽകും. ഇതാണ് വള്ളസദ്യയുടെ തുടക്കം. ഇവ നൽകി പള്ളിയോടത്തെ ക്ഷേത്രസന്നിധിയിലേക്ക് യാത്രയാക്കും. തുടർന്ന് വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയിൽ പള്ളിയോടം നീങ്ങും. വഴിപാടുകാരൻ്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല്യം, വിളക്ക്, താലപ്പൊലി, വായ്ക്കുരവ, മുത്തുക്കുട, നാഗസ്വരമേളം എന്നിവയോടെ കരക്കാരെ ക്ഷേത്ര കടവിലേക്ക് സ്വീകരിക്കുന്നു. ആ ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് വഴിപാട് സമർപ്പിച്ച ഭക്തൻ കരക്കാരെ ഊട്ടുപുരയിലേക്ക് ക്ഷണിക്കുന്നു. അതാണ് ചടങ്ങ്.
വള്ളസദ്യയിൽ 44 വിഭവങ്ങളാണ് ഇലയിൽ വിളമ്പുന്നത്. കരനായകന്മാർ പാടി ചോദിക്കുന്ന 20 വിഭവങ്ങളാണ് വേറെ. വിഭവം ഇലയിൽ എത്തും വരെ പാട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് വള്ളസദ്യയുടെ ചടങ്ങുകൾ.